ഹായ് ഹലോ വെൽക്കം ടു ഇ കെ എം മല്ലു ഫാമിലി. എല്ലാവർക്കും ഹാപ്പി വുമൻസ് ഡേ. അപ്പോൾ പിള്ളേരൊക്കെ ക്ലാസ്സിൽ പോയി കഴിഞ്ഞാൽ ഒരു ജോലി എന്ന് പറയുന്നത് മെയിനായിട്ട് ഈ ഒതുക്കിപ്പെറുക്കലാണ്. വലിച്ചുവാരി ഇട്ടേക്കുന്ന സാധനങ്ങളൊക്കെ രാവിലത്തെ പണിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഈ ഒതുക്കിപ്പെറുക്കലാണ്. അപ്പച്ചൻ ഫോണൊക്കെ നോക്കി റീൽസൊക്കെ നോക്കി അങ്ങനെ എൻജോയ് ചെയ്ത് ഇരിക്കണേണ്. രാവിലെ നമുക്കിവിടെ ദോശയും സാമ്പാറായിരുന്നു. അപ്പോൾ അത് ഞാനും അപ്പച്ചനും അമ്മയും കൂടി എല്ലാവരും കൂടി ഇരുന്ന് ഒന്നിച്ചിരുന്ന് ദോശയും സാമ്പാറൊക്കെ കഴിച്ച് അതിൻ്റെ ഒപ്പം തന്നെ ഒരു പടവും വെച്ചിട്ടുണ്ടായിരുന്നു, രേഖാചിത്രം. അപ്പോൾ അതൊക്കെ കണ്ട് അങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നതിന് രാവിലെ തന്നെ അപ്പച്ചന് കരിമീൻ കിട്ടിയിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല പിടക്കണ കരിമീൻ തന്നെ കിട്ടി. കരിമീൻ മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്നിട്ട് അപ്പച്ചനൊരു മോഹം ഒരു ഫിഷ് മോളി കഴിക്കാനായിട്ട്. അപ്പോൾ വേഗം തന്നെ അമ്മേനോട് പറഞ്ഞു ഒരു ഫിഷ് മോളി നമുക്ക് വൈകുന്നേരത്തേക്ക് ഉണ്ടാക്കാം. പിന്നെ ഒന്നും നോക്കിയില്ല, അതൊക്കെ നല്ല ചെത്തി വെട്ടി കഷ്ണങ്ങളാക്കി അപ്പച്ചൻ തരും. എപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പച്ചനുണ്ടെങ്കിൽ അപ്പച്ചൻ തന്നെയാണ് മീനാണെങ്കിലും ബീഫാണെങ്കിലും വൃത്തിയാക്കുക. വേറെ ആരും വൃത്തിയാക്കിയാലും അപ്പച്ചന് തൃപ്തി വരില്ല. അപ്പച്ചൻ പറയണത് നിങ്ങളൊന്നും ചെയ്ത് അത്ര മെന ആവില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനുള്ള ആയുധങ്ങളൊക്കെ അപ്പച്ചൻ്റെ കസ്റ്റഡിയിൽ തന്നെ ഉണ്ട്. അതൊക്കെ നല്ല വൃത്തിയാക്കി തന്നതും ഭയങ്കര ഇഷ്ടവുമാണ്. നമ്മൾ അങ്ങനെ കഴിപ്പിക്കണതാണ് അപ്പച്ചന് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഇവളാണ് ഞങ്ങളുടെ പൂച്ചക്കുട്ടി. വയറൊക്കെ നിറഞ്ഞു കഴിഞ്ഞാൽ അവളുടെ പാട്ടിന് പോയിക്കോളും, വേറെ ശല്യമൊന്നുമില്ല. ഇനിയാണ് നമ്മുടെ ഫിഷ് മോളിലേക്ക് കടക്കാൻ പോണത്. എൻ്റെ മോനെ വേറൊന്നുമില്ല, നമ്മൾ കഴുകിയ മീനിലേക്ക് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ലേശം വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മീനെല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഫ്രിഡ്ജിനകത്തേക്ക് എടുത്തു വെക്കണം. ഫ്രിഡ്ജിനകത്തേക്ക് എടുത്തു വെക്കണം വേറൊന്നുമല്ല, ആ അരപ്പൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു ഉപ്പാണെങ്കിലും മഞ്ഞളാണെങ്കിലും ഒക്കെ ഒന്ന് പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് മീത്തിലേക്ക്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, എണ്ണയിലിട്ടിട്ട് വറക്കണം. എന്നിട്ട് നമ്മൾ ഷാലോ ഫ്രൈ ഒക്കെ ചെയ്ത് അധികം അങ്ങോട്ട് മുരിച്ച് കളയരുത് കേട്ടോ. അപ്പോൾ ഒരു ടേസ്റ്റ് ഒന്നുമില്ല. നേരിതായിട്ട് അപ്പുറം ഇപ്പുറമൊക്കെ ആയിട്ട് മുരിച്ച്. ഈവനിങ് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് പിള്ളേരൊക്കെ എത്തി, കളിയായി ചിരിയായി തല്ലുപിടുത്തമായി കരച്ചിലായി. അതൊക്കെ കഴിഞ്ഞ് നമുക്ക് ഫിഷ് മോളി ഉണ്ടാക്കാനായിട്ട് ചട്ടി വെക്കാം. മീൻ വറുത്തേക്കുന്ന എണ്ണയാണ് നമ്മളിവിടെ യൂസ് ചെയ്തേക്കുന്നത്. ആ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മുടെ സ്പൈസസ് ആയിട്ടുള്ള കുരുമുളക്, തക്കോലം, കറിയാമ്പൂ, കറുകപ്പട്ട, ഏലക്ക ഇവയൊക്കെ ഒന്ന് ആ എണ്ണയിലേക്ക് ഇടുക. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ചൂടാക്കുക. നമ്മുടെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി മിക്സിയിലാക്കി പേസ്റ്റാക്കി എടുത്ത് ഒരു പച്ചമണം മാറണ വരെ. എന്നിട്ട് നമ്മൾ ചുവന്നുള്ളി ഒരു 10ഓളം ചുവന്നുള്ളിയാണ് നമ്മളിവിടെ എടുത്തേക്കുന്നത്. അത് നന്നായിട്ടിട്ട് വഴറ്റിയെടുക്കുക. അതുപോലെ തന്നെ കറിവേപ്പില ആഡ് ചെയ്യുക. പിന്നെ ഇവിടെ നമ്മളൊരു തേങ്ങയാണ് എടുത്തേക്കുന്നത്. ആ തേങ്ങ ചിരണ്ടി പാല് പിഴിഞ്ഞെടുക്കുക. 1-ാം പാല് 2-ാം പാൽ. അതിനകത്ത് 2-ാം പാലാണ് ഇപ്പം നമ്മൾ ഒഴിച്ചേക്കുന്നത്. 2-ാം പാലൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചേക്കണ മീനെടുത്ത് ഇടുക. എന്നിട്ട് ഒരു മഞ്ഞ നിറം തോന്നാനായിട്ട് നമ്മൾ ഇത്തിരി മഞ്ഞൾപ്പൊടി ഇത്തിരി വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിനകത്തേക്ക് ഒഴിക്കുക. അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യുക, ഇല്ലെങ്കിൽ വേണ്ട. ഇപ്പോൾ വെള്ള നിറമാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ അങ്ങനെ. എന്നാലും ഞങ്ങൾക്ക് ഒരു ഇച്ചിരി മഞ്ഞച്ച് ഫിഷ് മോളി ഇരിക്കുന്നതാണ് ഇഷ്ടം. എന്നിട്ട് നമ്മൾ കയ്യിൽ കൊണ്ടിട്ട് അല്ലാതെ ഇളക്കണത് ഒരു തുണി വെച്ച് ചട്ടി ഇങ്ങനെ ചുറ്റിക്കുകയാണ് ചെയ്യണത്. അപ്പോൾ മീനൊക്കെ ഉടഞ്ഞു പോകാതിരിക്കാൻ വളരെയധികം നന്നായിരിക്കും. നമ്മൾ കയ്യിലുണ്ട് ഒക്കെ ഇളക്കണമെങ്കിൽ അത് മീൻ ഉടഞ്ഞു പോകാൻ ഭയങ്കര എളുപ്പമാണ്. അതിനുശേഷം നമ്മൾ മക്രോണി ഇടുന്നുണ്ട്. വേവിച്ച് വെച്ചേക്കണം മക്രോണി, കുറച്ച് മക്രോണി ഇടുന്നത് നല്ലതാണ്. അതൊന്ന് കടിക്കാൻ കിട്ടുന്നത് ഒരു രസം തന്നെയാണ്. എന്നിട്ട് നന്നായിട്ട് സ്പൂൺ കൊണ്ട് ഒതുക്കി ഒന്ന് തിളയ്ക്കാൻ പാകത്തിന് നമ്മൾ അടച്ചു വെക്കുക. ഒരാൾ വന്നിട്ടുണ്ട്, ഏറാപ്പി. എൻ്റെ മൂത്ത ചേട്ടൻ്റെ മൂത്ത മോളാണ്. ഞാനാണ് ഇവളെ തലയോട്ടേക്കണത്. അപ്പോൾ ഏറാപ്പി വന്നേക്കണേണ് എന്തായി ഫിഷ് മോളി എന്നൊക്കെ അറിയാനായിട്ട്. അപ്പോൾ ഞാൻ അവളെ വലക്കാനായിട്ട് ഒരു ഹായൊക്കെ പറഞ്ഞേ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും വേഗം തന്നെ ഹായൊക്കെ കൊടുത്തിട്ടാണ്. ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ വന്ന് നിൽക്കാനൊക്കെ ആയിട്ട് ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് ഏറാപ്പി എന്തായാലും വന്നതല്ലേ വെറുതെ വരണ്ടെന്ന് വിചാരിച്ച് ഞാൻ ആ സ്ലാബിൽ അങ്ങോട്ട് കയറ്റിയിരുത്തി. അങ്ങനെ അവിടെ ഇരിക്കുന്ന ആൾ ഇനിയിപ്പോൾ ഓരോ പേരായിട്ട് വന്നു തുടങ്ങും. അതൊന്ന് തിളച്ച് കഴിഞ്ഞപ്പോഴേക്കും മീനൊക്കെ നമ്മുടെ ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ട് മീനൊക്കെ ആകെ മീൻസ് ഒന്ന് അടുപ്പിച്ചിരിക്കണമായിരുന്നു. അതൊക്കെ ആ ചൂട് കൊണ്ട് നമ്മൾ ആ ചട്ടി ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞപ്പോൾ അത് വേറെയൊക്കെ ആയി. എന്നിട്ട് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ 1-ാം പാൽ ആഡ് ചെയ്ത് കൊടുക്കണേന്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 1-ാം പാൽ നമ്മൾ ആഡ് ചെയ്തതിന് ശേഷം വെട്ടി തിളക്കേണ്ട. നേരെ ഒരു തിള വരുമ്പോഴേക്കും അതൊന്ന് നമ്മൾ ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള ഫിഷ് മോളി റെഡിയാണ്. അപ്പം നമുക്ക് ഇനി അത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടുത്ത ആൾ വന്നിരിക്കുകയാണ്, റെയ്നവാ വന്നേക്കണേണ്. വായിൽ പഴമൊക്കെ വെച്ചിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അത് ചവച്ച് ഇറക്കാനായിട്ട് ഒരു അരമണിക്കൂറെങ്കിലും ആൾക്ക് വേണം. അപ്പോൾ ഇനി വേറൊരു ആളും കൂടി ഉണ്ട്, ഒരു ചെറിയൊരു ലിറ്റിൽ ലാമ്പും കൂടി വരാനുണ്ട്, സെയിൻകുട്ടൻ. ഇതെൻ്റെ മോളാണ് റെയ്ന. ഹായൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കണേന്.
അങ്ങനെ ദേ അടുത്ത ആളും എത്തിയിരിക്കുന്നതാണ് സെയിൻകുട്ടൻ. സെയിൻകുട്ടന് അവിടെ അവർക്കാണെങ്കിൽ മടിയിൽ ഇരുത്തിയേ പറ്റുള്ളൂ. പക്ഷേ അവനിരിക്കാൻ ഭയങ്കര പേടിയായതുകൊണ്ട് അവൻ അങ്ങനെ ഇരിക്കണില്ല കേട്ടോ. അവനെൻ്റെ ഒക്കെ തന്നെ ഇരിക്കുക ആൾ. പക്ഷേ വിളിച്ചിട്ടൊന്നും പോണില്ല. രണ്ട് ചേച്ചിമാരും വിളിച്ചിട്ടും പോണില്ല, വലിയേച്ചും വിളിച്ചിട്ട് പോണില്ല, ചെറിയേച്ചും വിളിച്ചിട്ട് പോണില്ല. അങ്ങനെ ഞങ്ങൾ ഈ ഒരു ഫിഷ് മോളി ഇടിയപ്പം പോയിട്ട് കഴിക്കണേണ്. അപ്പോൾ റീന പറയുന്നത് വായിൽ വെച്ചിട്ട് സൂപ്പറാണ് അമ്മേ, സൂപ്പറാണെന്ന്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഫിഷ് മോളി വിത്ത് ഇടിയപ്പമൊക്കെ ഇട്ട് അങ്ങനെ കഴിച്ച്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു വാച്ചിങ് ഫോർ ദിസ് വീഡിയോ. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.